നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. കൈയൊഴിഞ്ഞൻ കൈകളെ സ്നേഹമോടെ കരുതിയവൻ. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ആർദ്രമായ സ്നേഹമല്ലേ എന്നെ എന്നും നടത്തിയത്. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. മിറക്കിൾ സൺഡേ എറണാകുളത്ത് ഫെബ്രുവരി 9 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഫെബ്രുവരി 16 രാവിലെ 8:30 മുതൽ. സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ഫെബ്രുവരി 16 രാവിലെ 11 മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ന്യൂ ഇയർ മെസ്സേജിൻ്റെ അവസാന ഭാഗമാണ്. ഇതിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രയോറിറ്റി, കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുന്നതാകട്ടെ, അവൻ്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതാകട്ടെ നമ്മുടെ പ്രയോറിറ്റി. അങ്ങനെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിനെ അടുത്തൊരു നിലവാരത്തിലേക്ക് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി വേർതിരിയപ്പെട്ട നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അതാണ്. നമുക്കൊരു പുതിയ അനുഭവത്തിലേക്കും പുതിയ തീരുമാനത്തിലേക്കും വരാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നുന്നു വലിയൊരു സാന്നിധ്യം നിങ്ങളെ തൊടുന്നെന്ന്? എത്ര പേർക്ക് മനസ്സിലാകുന്നു ആരെയോ പിടിച്ചു കയറ്റുന്നത് പോലെ എന്റെ കൈ പിടിക്കുന്ന ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്? പ്രസംഗിച്ചു തീർന്നു, പക്ഷേ എവിടെയോ ആരെയോ സ്പർശിക്കുന്ന, ആ കൈ പിടിച്ച് മുകളിലേക്ക് വലിക്കുന്ന ഒരു സാന്നിധ്യം എനിക്കറിയാം. മടക്കിക്കൊണ്ടുവരുന്ന പഴയ സ്ഥിതിയിലേക്ക്, പഴയ സ്ഥിതിയിൽ നിന്ന് പറയണേക്കാളും ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു പുതിയ ആത്മപ്രതലത്തിലേക്ക് ആരൊക്കെയോ ദൈവം വിളിച്ചു കയറ്റുക. പക്ഷേ ഒരു 5 മിനിറ്റും കൂടെ ശുശ്രൂഷിക്കാൻ സമയം എടുക്കുക. ഞാൻ അടുത്തൊരു പടിയിലേക്ക് വരണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊന്ന് ഓടി മുന്നോട്ട് വരാമോ? അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. കുറച്ചു നേരത്തേക്ക്
എന്റെ പ്രയോറിറ്റി എവിടെയോ മിസ്സായിപ്പോയി. ഞാൻ 1.5 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. ഞാൻ ഈ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും എവിടെയും മീറ്റിങ്ങിന് പോകുന്നില്ല. ഞായറാഴ്ച മാത്രമേ ചർച്ച വരത്തുള്ളൂ. നിങ്ങളെന്നെ കാണുന്നു വിചാരിച്ച കാണത്തുമില്ല. എന്നോട് സ്വർഗം പറഞ്ഞു, നീ എവിടെയും പോണ്ട, എന്റെ കൂടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുക. എനിക്ക് കുറച്ച് ദിവസങ്ങളിൽ ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതുണ്ട്, അത് മാറ്റാൻ ഒക്കത്തില്ല. മാർച്ച് വരെയെങ്കിലും പോകുന്ന എൻ്റെ വിശ്വാസം, അതോ ഏപ്രിൽ ആവുമെന്ന് അറിയത്തില്ല. എനിക്ക് ഈ വർഷം മുഴുവൻ പാടിയും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ പ്രയോറിറ്റി അടുത്തൊരു നിലവാരത്തിലേക്ക് സഭ വരിക എന്നതാണ്. എനിക്കൊരു കാര്യം അറിയാം, അതിലേക്ക് സഭ കയറുക. ഞാൻ നിങ്ങളെയും കൂടെ അവിടേക്ക് കൊണ്ടുപോകുക, നിങ്ങളും കൂടെ അവിടേക്ക് സ്റ്റെപ്പ് വയ്ക്കുകയാ. ആർക്കും അത് തടയാൻ കഴിയത്തില്ല. You are going to reach there. സ്വയം ഒന്ന് ചോദിച്ചേ, എവിടെയോ ഈ ദിവസങ്ങളിൽ എന്റെ പ്രയോറിറ്റി നഷ്ടമായിട്ടില്ലേ? മനസ്സാക്ഷിയോട് ചോദിച്ചേ. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമോ, ഞാൻ സാധാരണഗതിയിൽ ഈ ന്യൂ ഇയറിന്റെ ഡ്രസ്സെല്ലാം നേരത്തെ എടുത്തു വെക്കും. എനിക്കിത് ഇതുപോലത്തെ കാര്യങ്ങളിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഇഷ്ടമുള്ള ആള് നേരത്തെ പ്രിപ്പയർഡ് ആവും. ജോഹമോന്റെ സ്യൂട്ട് ഇന്നാ തയ്ച്ചു കിട്ടി. ഇന്ന് അവൻ രാവിലെ പോയി മേടിച്ച്. അന്നമോളുടെ ഡ്രസ്സ് കഴിഞ്ഞ ആഴ്ച എവിടെയാണ് പോയെ? എറണാകുളത്ത് മീറ്റിങ്ങിന് പോയപ്പോഴാണ് മേടിച്ചേ. ചെറിയനേട്ടന്റെ കല്യാണത്തിന് പോയപ്പോഴല്ലേ, മോളുടെ കല്യാണത്തിന് അല്ലേ, അപ്പോഴാ പോയി മേടിച്ചേ. ഞാൻ അങ്ങനെയല്ല. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കർത്താവിനോട് കൂടി ഇരുന്നപ്പോ എത്ര കോമ്പിനേഷനിലാ കാര്യങ്ങളെല്ലാം വന്നതെന്നറിയോ? ഞാൻ ഇഷ്ടമുള്ളതിനേക്കാൾ തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലതൊന്നും അവൾക്ക് കിട്ടി. സോളിക്ക് ലഭിച്ചു, എനിക്ക് കിട്ടി, അതേപോലെ ജോഹിക്ക് ലഭിച്ചു. എനിക്ക് തോന്നുന്നു പ്രയോറിറ്റി കൂടിയപ്പോ കർത്താവ് ചിലത് ഒരുക്കാനായി തുടങ്ങി. ഞാൻ അനമോൾക്ക് വേണ്ടി തുണി എടുക്കാൻ പോയിട്ട് ചെന്ന് കയറി ആദ്യം കാണുന്ന ഡ്രസ്സ് എനിക്ക് മനസ്സിലായി ഇത് അവൾക്കുള്ളതാണ്. നിങ്ങൾക്കല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണെന്ന് നോക്ക, നമ്മുടെ സമയം പോകുന്നത് എവിടെയാണെന്ന് നോക്ക. നിങ്ങളുടെ സമയം പോകുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിൽക്കുന്നത്. എന്റെ സമയം മുഴുവൻ പോകുന്നത് പ്രാർത്ഥനയിലാണ്. എന്റെ സമയം മുഴുവൻ പോകുന്നത് അവന്റെ അടുക്ക് ഇരുന്ന് മൂളിപ്പാടുന്നതില്. ഞാനേ ഈ ഹോളിന്റെ നടുവിൽ നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച പറയട്ടെ. ഒരു വലിയ പ്രാവ് തന്റെ ചിറക് വിരിച്ച് ഇതിനകത്ത് നിൽക്കുന്നു. ആ ചിറകിന്റെ കീഴിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നു. ആ സാന്നിധ്യം നിങ്ങളിൽ ചിലരെ മൂടുകയാണ്. Get into that presence. ആ സാന്നിധ്യത്തിനകത്തേക്ക് പ്രവേശിച്ചാട്. 2025 വലിയൊരു സാന്നിധ്യവുമായിട്ട് കയറിയാട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി മഹത്വമുള്ളത് ഒരുങ്ങി വെച്ചിരിക്കുന്നു. Don't miss it. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ചിലതിനെ ദൈവം ഒരുക്കി വെച്ചേക്കുന്നു. Get into the presence. അവന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറിയാട്ടെ. യേശുവേ, നമ്മുടെ തിരുവല്ലയിൽ കീബോർഡ് വായിക്കുന്ന ബ്രദർ, നിന്റെ ശുശ്രൂഷയ്ക്കൊരു മാറ്റം വരും. നീ ഇപ്പോൾ ചിലയിടത്ത് 0 ആണെങ്കിൽ ഈ 2025 നീ ചില കാര്യങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ സ്ഥിതി മാറുന്നത് എനിക്ക് കാണാം.
ചിലരെ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. നമ്മൾ ലേറ്റായെന്ന് എനിക്കും അറിയാം കേട്ടോ, പക്ഷെ എനിക്ക് അറിയാം ചിലരെ അതിലേക്ക് കൊണ്ടുപോകുക. ഡിസിഷനുകൾ മാറട്ടെ, തീരുമാനങ്ങൾ മാറട്ടെ. ആ കരമുയർത്തിയിടുന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു. പറ, ഞാൻ ആ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ആ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു. ഞാൻ ആ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നു കർത്താവേ. I love your presence, Lord. We love your presence, Lord. കണ്ണുകളടയ്ക്കാം, മൗനമാകാം, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, കർത്താവിന്റെ സ്പർശനം അനുഭവിക്കാം. ആ സാന്നിധ്യം അനുഭവിക്കാം. നിൽക്കാൻ കഴിയാത്ത വിധത്തിലെ ശക്തി അനുഭവിക്കാം. നിൽക്കാൻ കഴിയാത്ത വിധത്തിലെ സാന്നിധ്യം അനുഭവിക്കാം. ഇതുവരെ ഒരു ന്യൂ ഇയറിനുണ്ടായിട്ടില്ലാത്ത സാന്നിധ്യം ഈ ഹോളിൽ ചലിക്കുന്ന എനിക്ക് കാണാം. ഞാൻ പ്രസംഗിച്ചതൊന്നുമില്ല, പക്ഷെ I know a heavy presence is moving. A heavy presence is moving. നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ശക്തിയോടെ നിങ്ങളിൽ വ്യാപരിക്കുന്നു. ഒരു വലിയ കാറ്റടിക്കുന്നത് പോലെ അത് ചലിക്കുന്നു. Receive it now. Presence. Presence. സാന്നിധ്യമപ്പാ, 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 സാന്നിധ്യമപ്പാ. താതനൊരുവൻ എൻ്റെ കൂടിന്ന് നടത്തിയിടുമ്പോൾ ഞാനെന്തിനെന്ന് ഭയപ്പെടേണം, ഭയപ്പെടേണം. കണ്ണുകൾ അടയ്ക്ക്, കർത്താവിനോട് സംസാരിക്കേ. താതനൊരുവൻ എൻ്റെ കൂടിന്ന് നടത്തിയിടുമ്പോൾ ഞാനെന്തിനെന്ന് ഭയപ്പെടേണം, ഭയപ്പെടേണം. അത്ഭുതമന്ത്രിയായവനേ, വീര്യഭുജമുള്ളവനേ, മനസ്സലിവുള്ള നല്ല താതനേ, നിന്റെ ആധിപത്യം അവസാനിക്കില്ല. ഇരുകരങ്ങളൊന്ന് ഉയർത്തിക്കേ. സാന്നിധ്യമപ്പാ, 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 സാന്നിധ്യമപ്പാ. ഒരിക്കൽ കൂടെ സാന്നിധ്യമപ്പാ, 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 സാന്നിധ്യമപ്പാ. ഞാന് ഒരു വെളിപ്പാട് കാണുക. പലരുടെയും കൈകളിൽ പല ആയുധങ്ങളെ ദൈവം നൽകുന്നു. ഈ വർഷം കൃപാവരങ്ങളിൽ ചിലർ നിറയും, ചിലർ പ്രവചിക്കാൻ തുടങ്ങും, ചിലർ രോഗശാന്തിയിൽ വളരും. യേശു ദൈവ സാന്നിധ്യമാണ്. എല്ലാവരും പറഞ്ഞേ, ഇതാ ദൈവ സാന്നിധ്യത്തെ പത്രോസ് തന്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. അത്ഭുതം ഉണ്ടായി. ഇതാ ജൈറസ് ദൈവ സാന്നിധ്യത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. മരിച്ചത് എഴുന്നേറ്റു. ഇതാ ദൈവ സാന്നിധ്യത്തെ ഒരു പടകിനകത്തേക്ക് ഒരു കൊണ്ടുപോകുക. ആ പടക് നിറഞ്ഞു, ആ പടക് നിറഞ്ഞു. സാന്നിധ്യം എവിടെ ചെന്നാലും അത് അത്ഭുതങ്ങളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും.
ഇതാ കല്ലറയുടെ വാതിക്കൽ ഒരു ദൈവസാന്നിധ്യം നിൽക്കുന്നു. കല്ലുരുട്ടിയതേ ഉള്ളൂ, മരിച്ചവൻ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇത് ചലഞ്ചിങ് വേർഡാണ്. ഒരു ചലഞ്ചിങ് വേർഡാണ്. സാന്നിധ്യം അത്ഭുതങ്ങളെ ചെയ്യും. ആരാണോ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നത് അവരുടെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യ പ്രവർത്തികൾ നടക്കും. കൈകളടിച്ചേ. കൈകളൊന്നടിച്ചേ. ഞാൻ നിങ്ങളോടൊരു വാചകം പറയാം. നിഴലുകൾ രോഗികളെ സൗഖ്യമാക്കും. ഒരുവന്റെ കൂടെ സാന്നിധ്യം ചലിച്ചതാണ്. 2 വശത്തും രോഗികൾ സൗഖ്യമായി. പട്ടണങ്ങൾ പിടിക്കപ്പെട്ടു. സഭയിൽ വലിയ സമാധാനം ഉണ്ടായി. സാന്നിധ്യമപ്പ, 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 സാന്നിധ്യമപ്പ. ഇരുകരങ്ങളും ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തെ സ്നേഹിക്കുവാനും അങ്ങയുടെ സാന്നിധ്യത്തോടു കൂടെ നടക്കുവാനും ഞാൻ എൻ്റെ ജീവിതത്തെ ഒരു പടി കൂടെ സമർപ്പിക്കുകയാണോപ്പാ. അങ്ങയുടെ സാന്നിധ്യം വേണോപ്പാ. സാന്നിധ്യം നിറഞ്ഞാൽ സാഹചര്യം മാറും, സന്തോഷം എന്നിൽ നിറയും. കർത്താവേ, ആ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിറയട്ടെ അപ്പാ. ആ കണ്ണുകളെ നടച്ചേ. 1 മിനിറ്റ് കൂടെ ഒന്ന് പ്രാർത്ഥിച്ചേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആനന്ദം നിറഞ്ഞിടുമെന്നിൽ, അഭിഷേകം എന്നിൽ, ആ സാന്നിധ്യം എന്നിൽ നിറഞ്ഞാൽ ഏറെ ഫലം കാഴ്ചിടും. ആ സാന്നിധ്യം എന്നിൽ നിറഞ്ഞ ഏറെ ഫലം കാഴ്ചിടും. യേശുവിൻ സാന്നിധ്യമേ, യേശുവിൻ സാന്നിധ്യമേ, ഓ യേശുവിൻ സാന്നിധ്യമേ, യേശുവിൻ സാന്നിധ്യം. ആ ഇരുകാര്യങ്ങളൊന്ന് ഉയർത്തി എന്നോടൊപ്പം പാടിക്കേ. ഓ യേശുവിൻ സാന്നിധ്യമേ, യേശുവിൻ സാന്നിധ്യമേ, ഓ യേശുവിൻ സാന്നിധ്യമേ, യേശുവിൻ സാന്നിധ്യമേ. പ്രിയ കർത്താവേ, ഈ 2025 ഒരു പുതിയ ആത്മാനുഭവത്തിലേക്ക് ഞങ്ങൾ കയറുകയാണ്. സാന്നിധ്യം നടക്കുന്നതോ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. സാന്നിധ്യം എന്നോടുകൂടെ ചലിക്കുന്നതോ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. അവസാനത്തെ വാക്ക്, നിങ്ങളുടെ കൂടെ സാന്നിധ്യം ചലിക്കുന്നത് ആളുകൾ അറിയുവാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ സാന്നിധ്യം ചലിക്കുന്നത് നിങ്ങൾ അറിയാൻ പോകുന്നു. ഇതൊരു പുതിയ ആരംഭം. ഇതൊരു പുതിയ ആരംഭം. നിങ്ങളോട് കൂടെ നടക്കുന്ന സാന്നിധ്യം നിങ്ങൾ അറിയാൻ പോകുന്നു. ചുറ്റുമുള്ളവർ അറിയാൻ പോകുന്നു. ഇതൊരു പുതിയ ആരംഭം. താങ്ക് യു ജീസസ്. ഇരിക്കാം. ആ സാന്നിധ്യം എന്നിൽ നിറഞ്ഞാൽ ഏറെ ഫലം കാഴ്ചിടും. ഓ ആ സാന്നിധ്യം എന്നിൽ നിറഞ്ഞാൽ ഏറെ ഫലം കാഴ്ചിടും. യേശുവിൻ സാന്നിധ്യമേ, യേശുവിൻ സാന്നിധ്യമേ, ഓ യേശുവിൻ സാന്നിധ്യമേ,
യേശുവിൻ സാന്നിധ്യമേ. കർത്താവിനെ സ്നേഹിക്കാത്തവരാരും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കാം. നമ്മൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം കർത്താവിനോടാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലായിരിക്കുന്ന പല സാഹചര്യങ്ങളിലുമായിരിക്കുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നിൻ്റെ പ്രയോറിറ്റി അതിൽ നിന്ന് മാറി ദൈവസ്ഥാനത്തോടൊപ്പം ചെലവഴിക്കുന്നതാകട്ടെ. നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയർച്ചയുള്ളൊരു ജീവിതത്തെ തരാൻ കർത്താവിന് കഴിയും. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ സ്നേഹത്തിൽ നമുക്കായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദർ, ഈ സിസ്റ്റർ പേര് ഷീബ എന്നാണ്. വയനാട് ചർച്ചിലെ ലീഡറാണ്. ഓക്കെ 3 മാസത്തോളായി ബാങ്ക് ലോണിനെ തുടർന്ന് അത് അടക്കാൻ പറ്റാത്ത പ്രയാസത്തിലായിരുന്നു. ഓക്കെ, നമ്മുടെ വയനാട് ചർച്ചിലെ ലീഡറാണ്. ഓക്കെ, അങ്ങനെ സഭ ചേർന്ന് പ്രാർത്ഥിച്ച ഒരു സാക്ഷിയാണ്. ഓക്കെ, അതിനെ തുടർന്ന് ലോൺ മുഴുവൻ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ആമേൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത് സന്തോഷമുള്ള കാര്യമാണ്. ലോൺ മുഴുവൻ ക്ലോസ് ആയി. അതൊരു ഗോൾഡ് എടുത്തു കൊടുക്കണമായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ. ഓക്കെ, അപ്പൊ അവരിങ്ങനെ വീട്ടിൽ വന്ന് പ്രശ്നമായി. 1 മാസമായി എടുത്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല സാമ്പത്തികമായിട്ട്. ഒരു 3 മാസമായപ്പോഴത്തേനും അവർ ഭയങ്കര പ്രശ്നമാക്കി. എനിക്ക് വീട്ടിൽ വയ്യാത്ത അവസ്ഥയായി. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ ചർച്ചിൽ പ്രാർത്ഥിച്ചു, സനൽ ബ്രദറെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. പിന്നെ എനിക്ക് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് 40,000 രൂപ എനിക്കൊരു ബ്രദർ സഹായിച്ചു. ഞാൻ ലോൺ എടുത്തു, ഗോൾഡ് എടുത്തു കൊടുത്തു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. സന്തോഷം. ഈ സിസ്റ്ററുടെ പേര് പുണ്യ എന്നാണ്. കോഴിക്കോട് നിന്നാണ് വരുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്. ജോലി ഉണ്ടായിരുന്നു, പക്ഷേ ശമ്പളം കുറവായിരുന്നു. തൃശ്ശൂരിൽ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ വന്ന ശേഷം പ്രാർത്ഥിച്ചു. അപ്പോൾ 3 ഇൻ്റർവ്യൂക്ക് ശേഷം 3 ഇൻ്റർവ്യൂവിന് വിളിച്ചു. അതിൽ നല്ല ശമ്പളം വരുന്ന ജോലി കിട്ടി. പുണ്യ അല്ലേ? പുണ്യ നല്ല ജോലി ഇപ്പോൾ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ മാസം ഞങ്ങൾ ടൗൺ ഹാളിൽ തൃശ്ശൂരിൽ വന്ന മീറ്റിങ്ങിൽ അപ്പോൾ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടെ വന്നത് ജോലി സംബന്ധമായിട്ടാണ്. ഹസ്ബൻഡിന്റെ ജോലിയായിരുന്നു. അപ്പോൾ 3-മത്തേല് നീ തളർന്നു എന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഇനി 3-മത്തെ അറ്റംപ്റ്റ് ചെയ്യ്, നീ റെഡി ആകുമെന്ന് പറഞ്ഞ് 3-മത്തെ നല്ല ജോലി കിട്ടി, നല്ല സാലറിയോട്. ഇത് ഞാൻ തൃശ്ശൂരിലെ മീറ്റിങ്ങിന് അയാളോടൊരു ദൂത് പറഞ്ഞത്, 3-മത്തെ ഒരു ജോലിയുടെ കാര്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. 3-മത്തെ ജോലി തന്നെ അദ്ദേഹത്തിന് കിട്ടി. നല്ല സാലറി തന്നെ ജോലി ലഭിച്ചു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ശരി പുണ്യ, ദൈവം അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഈ സിസ്റ്റർ പേര് കമല, അരീക്കോട് നിന്നാണ് വരുന്നത്. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് തലവേദനയും ഛർദിയും മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. അതിനോട് കൂടെ തന്നെ 4 വർഷമായിട്ട് തീരെ സുഖമില്ലായിരുന്നു, പണിക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ ജീസസ് ടൈം ലൈവിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പൂർണ്ണ സൗഖ്യമായി പണിക്ക് പോകാൻ കഴിയുന്നു എന്ന് പറയുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എന്ത് ഈ തലവേദനയും ഛർദി എന്ന് പറയുന്നത് വലിയ കാര്യമല്ലല്ലോ. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന കാര്യം. എത്ര വയസ്സ് മുതലേ? ഒരു ബുദ്ധി വെക്കുന്നവരെ ബുദ്ധി വയ്ക്കുന്ന കാലഘട്ടത്തിലുണ്ടായ തലവേദന. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇടയ്ക്കിടയ്ക്ക് തുടങ്ങലുണ്ട് തലവേദന. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് 63 വയസ്സായി. 63 കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു 50 കൊല്ലമായിട്ട് തലവേദനയും ഛർദിലും ഉണ്ടായിരുന്നു. ഞാൻ ടിവിയിൽ കണ്ടിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനവിടെ പ്രാർത്ഥനയ്ക്കൊക്കെ വരലുണ്ട്. പിന്നെ ഇപ്പൊ പൂർണ്ണമായിട്ട് മാറിപ്പോയി. അതൊരു വലിയ കാര്യമാണ്. ഞാൻ തലവേദന ഛർദിലും എന്നെ വലിപ്പമുള്ള കാര്യമാണ് ചിന്തിച്ചു പോയി. ഇത് ഓർമ്മ വെച്ച കാലം മുതലുള്ള തലവേദന ഛർദിലുവോ, എന്നാൽ യേശു അതിനെ സൗഖ്യമാക്കി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അതൊരു വലിയ കാര്യമാണ്. ഒരിക്കൽ കൂടി നല്ല ആമേൻ പറയാം. അമ്മേ ദൈവം അനുഗ്രഹിക്കട്ടെ. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഫെബ്രുവരി 23 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഫെബ്രുവരി 23 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് നന്ദി പറയാം. സൗഖ്യമാക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ലൈഫിൽ ആയിരിക്കേണ്ട പ്രയോറിറ്റി ശരിയായ വിധത്തിൽ ഞാൻ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നുള്ള രീതിയിൽ കർത്താവെ ഞങ്ങളുടെ ലൈഫ് മാറട്ടെ. അപ്പാ ദൈവജനത്തിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. ഒരു ഡിവൈൻ പ്രസൻസ് ചലിക്കട്ടെ അപ്പാ. ഒരു ഡിവൈൻ പ്രസൻസ് ചലിക്കട്ടെ അപ്പാ. കർത്താവെ ഏത് പ്രായത്തിലും
സാന്നിധ്യത്തിന് ഒരാളെ മാറ്റുവാനായി കഴിയും. സാന്നിധ്യത്തിന് ഒരാളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാനായി കഴിയും. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, അത് ചലിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ലൈഫിനെ കർത്താവിനോട് ചേർത്ത് വെക്കുവാൻ, സാന്നിധ്യത്തോടൊപ്പമായിരിക്കുവാൻ കർത്താവെ, അപ്പോൾ അവിടുത്തെ ശബ്ദം ഇവരുടെ കാതുകളിൽ മാത്രമല്ലപ്പാ, ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ. കർത്താവെ, ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ ഓടുന്ന ഓരോ വ്യക്തികളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. സ്വസ്ഥതയെ പകരുന്ന, സമാധാനത്തെ കൊടുക്കുന്ന അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രമപ്പാ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. അവിടുത്തെ നിറവിനായി നന്ദി പറയുന്ന കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സാന്നിധ്യത്തിലായിരിക്കുന്ന അപ്പോൾ ആ പ്രസൻസിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ എഴുന്നേൽക്കട്ടെ, ഒരു കൂട്ടം വ്യക്തികൾ എഴുന്നേൽക്കട്ടെ, ഒരു തലമുറ എഴുന്നേൽക്കട്ടെ അപ്പാ. അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സാന്നിധ്യത്തോടൊപ്പം നമുക്കായിരിക്കാം, അവൻ്റെ ഹൃദയം പങ്കുവെക്കുന്നവരാകാം. ഗോഡ് ബ്ലെസ് യു.